ഫെറേറോ റോഷർ എന്ന് കേട്ടാൽ വായിൽ കൊതിയൂറാത്തവർ വിരളമാണ്. എന്നാൽ ലോകമെങ്ങുമുള്ളവരുടെ ജനപ്രിയ ചോക്ലേറ്റിന് പിന്നിൽ പരിശുദ്ധ മറിയത്തിന്റെ അദൃശ്യ കരങ്ങളുണ്ടെന്ന് അറിയുന്നവരും വിരളമായിരിക്കും. വറുത്ത ഹെസൽനട്ടിനു മേലെ ഹെസൽനട്ട് ചോക്ലേറ്റ് നിറച്ച ഒരു വേഫർ ഷെല്ലിൽ പൊതിഞ്ഞ് പൊടിച്ച ഹെസൽനട്ടുകൾ ഉൾക്കൊള്ളുന്ന ചോക്ലേറ്റ് കൊണ്ട് വീണ്ടും ആവരണം ചെയ്ത് സ്വർണ്ണ ഫോയിലിൽ പൊതിഞ്ഞ് മാന്ത്രിക രുചിയുടെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഈ ചോക്ലേറ്റുകളുടെ ഉത്ഭവം ലൂർദിലെ മരിയൻ പ്രത്യക്ഷീകരണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവയാണ്. ലൂർദിലെ മരിയൻ പ്രത്യക്ഷീകരണ സ്ഥലമായ റോഷർ ഡി മെസാബിയേലിന്റെ പേര് തന്നെയാണ് ജനപ്രിയ ചോക്ലേറ്റ് എന്ന് വിഖ്യാതി നേടിയ ഈ ഹെസൽനട്ട് ട്രീറ്റുകൾക്ക് നൽകിയിരിക്കുന്നത്. മിക്കലെ ഫെറേറോ എന്ന ഇറ്റാലിയൻ ചോക്ലേറ്റ് നിർമ്മാതാവ് 1982 ഫെറേറോ റോഷർ ട്രീറ്റുകൾ അവതരിപ്പിച്ചത്. ഫ്രാൻസിലെ ലൂർദിൽ വിശുദ്ധ ബർണദീത്തയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമായ റോഷർ ഡി മെസാബിയേലിലെ പരുപരുത്ത പാറക്കെട്ടുകളുമായി ഫെറേറോ റോഷർ ചോക്ലേറ്റുകളുടെ തവിട്ടു നിറം പൊതിഞ്ഞ പ്രതലം ശ്രദ്ധേയമായ സാമ്യം പുലർത്തുന്നതും യാദൃശ്ചികമല്ല. ഒരു കത്തോലിക്ക വിശ്വാസിയായ മിക്കലെ ഫെറേറോയുടെ മാതൃഭക്തി പ്രസക്തി നേടിയ ഒന്നാണ്. പിതാവ് നടത്തിയിരുന്ന പ്രാദേശിക ബേക്കറി അന്താരാഷ്ട്ര തലത്തിൽ പേരുകേട്ട $multi-billion കമ്പനിയായി ഉയർത്തിയതിന് പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും കമ്പനി സ്ഥാപിച്ചതിന്റെ 50ാം വാർഷികത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഫെറേറോയുടെ വിജയത്തിന് ലൂർദ് മാതാവിനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അമ്മയെ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ആകുമായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ചോക്ലേറ്റ് നിർമ്മാതാവ് എന്ന നിലയിൽ അറിയപ്പെട്ടപ്പോഴും ഫെറേറോ പരിശുദ്ധ മറിയത്തോട് നന്ദി പ്രകടിപ്പിക്കുന്നതിൽ ഉത്സുകനായിരുന്നു. ന്യൂട്ടെല്ല, കിൻഡർ ട്രീറ്റുകൾ, ടിക് ടാക്സ് എന്നിവയ്ക്കൊപ്പം ഫെറേറോ റോഷർ ചോക്ലേറ്റുകൾ 2016 മാത്രം $10 ബില്യൺ ഫെറേറോയ്ക്ക് സമ്മാനിച്ചത്. ഫെറേറോ തന്റെ ടോപ്പ് മാനേജറെ കൂട്ടി ലൂർദിലേക്ക് വാർഷിക തീർത്ഥാടനം നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. അദ്ദേഹം തന്റെ കീഴിലുള്ള ജീവനക്കാർക്കായി ലൂർദ് തീർത്ഥാടനവും ക്രമീകരിച്ചിരുന്നു. കൂടാതെ ലോകമെമ്പാടുമുള്ള തന്റെ കമ്പനിയുടെ 14 ഉൽപാദന കേന്ദ്രങ്ങളിൽ ഓരോന്നിലും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രൂപം അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.